മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെയൊക്കെ കണ്ടിട്ട് ഒത്തിരി നാളായി. ഒരു വർഷമായിട്ട് നമുക്ക് ഒന്നിച്ചു കൂടാൻ പറ്റുന്നില്ല. ഒക്കെ കാണാനും നമ്മുടെ സ്നേഹം പങ്കുവയ്ക്കുവാനും സന്തോഷമൊക്കെ പങ്കുവയ്ക്കുവാനുമുള്ള ആ ഒരാഗ്രഹം എപ്പോഴും നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ഒരു പുതുവത്സരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മുടെ സഭയുടെ ആരാധനാ വത്സരത്തിലും പുതുവത്സരം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൽ ധനഹാകാലമാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്നത്. അതേപ്പറ്റി നമുക്ക് അല്പം ഒന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ധനഹാ തിരുനാളാണ് ഈ ധനഹാകാലത്തിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ധനഹാ തിരുനാളും പിന്നെ അത് തുടർന്നുള്ള ധനഹാകാലവും അത് ഈശോയുടെ മാമോദീസായുടെ തിരുനാളാണത്. ധനഹാ തിരുനാളെന്ന് പറയുന്നത് ഈശോ മാമോദീസ സ്വീകരിച്ചു, അതേ തുടർന്ന് ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്ക് ഈശോ പ്രവേശിച്ചു എന്നുള്ളതാണ് ഈ ധനഹാ തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം. അതാണ് നമ്മളുടെ മാമോദീസ. അതാണല്ലോ നമ്മളെയും ക്രൈസ്തവ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പ്രവേശന കൂദാശ എന്നാണ് അതറിയപ്പെടുന്നത്. നമുക്കറിയാം, 7 കൂദാശകളിൽ 3 കൂദാശകൾ പ്രവേശന കൂദാശകളാണ്. 1 മാമോദീസ, 2 സ്ഥൈര്യലേപനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു, തൈലാഭിഷേകം എന്നാണ് അതിൻ്റെ പേര്. അത് 3 വിശുദ്ധ കുർബാന. ഇത് 3ഉം പ്രവേശന കൂദാശകളെന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മൾ ക്രൈസ്തവ ജീവിതത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നു. പൂർണ്ണമായ പ്രവേശനം നടക്കുന്നത് ഈ 3 കൂദാശകളിലൂടെയാണ്. മാമോദീസ, തൈലാഭിഷേകം, പരിശുദ്ധ കുർബാന. കുർബാനയാണ് നമ്മളെ പൂർണ്ണമായും ഈ സഭാ അംഗത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കുർബാനയിലൂടെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ വളരുന്നതും. അപ്പോൾ നമ്മളെ പ്രവേശിപ്പിച്ച് നമ്മളെ വളർത്തുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ മാമോദീസ, ഈശോയുടെ മാമോദീസയെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വിവരിക്കുന്നുണ്ട്. അവിടെ ഈശോ യോഹന്നാൻ സ്നാപകൻ്റെ അടുത്ത് ചെന്ന് മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ അതേപ്പറ്റി പറയുന്നത് ഇതാണ്: സ്നാനം കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. അപ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. 1, സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറയുന്നു. ഈ സ്വർഗം എന്ന് പറയുന്നത് എവിടെയാണ്, എന്താണ്? നമുക്കറിയാവുന്ന ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവം പിതാവാണ്. ആ പിതാവിൻ്റെ ഭവനം, പിതൃഭവനം നമുക്കായി തുറക്കപ്പെട്ടു. ആ പിതൃഭവനത്തിലേക്ക് ഭവനത്തിൻ്റെ അംഗത്വത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുകയാണ് മാമോദീസ എന്ന കൂദാശ. പിതാവായ ദൈവത്തിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ അവിടെ 3 പേരുണ്ട്: പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം. അപ്പോൾ ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ അധ്യാത്മക ആ അനുഭവമാണ് ഈ സ്വർഗം എന്ന് നമ്മളെപ്പോൾ വിശേഷിപ്പിക്കുന്നത്. ഉണ്ടോ? അതിന് തുടക്കം കുറിക്കുകയാണ്. അത് ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇതേപ്പറ്റി യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ
യോഹന്നാൻ പ്രത്യേകമായിട്ട് നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ആ മിശിഹ അനുഭവത്തെ പറ്റി യോഹന്നാൻ അവിടെ വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്. ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ്റെ വചനം എന്നോട് വിശേഷിപ്പിക്കുന്നത് ഈശോ മിശിഹായാണ്. വചനം മാംസമായ ആണല്ലോ ആ ജീവൻ്റെ വചനം. ആ വചനത്തെ സാക്ഷ്യം വഹിക്കുകയാണ് ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു. അതായത് ഈശോ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇതെന്തിനാണ്? ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് നിങ്ങളെയും ഞങ്ങൾ അറിയിക്കുന്നു. എന്തിനാണ്? ഞങ്ങളുമായി നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാവണം. അതിനുവേണ്ടിയാണ്. അത് ആ സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിലാണല്ലോ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഈ സ്ലീഹന്മാരുടെ അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന ആ ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ എന്താണ്? അവിടെ അവർ പറയുന്നു, ഞങ്ങളുടെ കൂട്ടായ്മയാകട്ടെ പിതാവിനോടും അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായോടുമാണ്. ഉണ്ടോ? പിതാവിനോടും അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായോടുമുള്ള കൂട്ടായ്മയാണ്. പിതാവും പുത്രനും ഉള്ളപ്പോൾ പരിശുദ്ധാത്മാവും തീർച്ചയായും അവിടെ ഉണ്ടാവും. കാരണം ത്രിത്വം ഒന്നാണ് അല്ലേ, ഒരു ദൈവമല്ലേ ഉള്ളൂ. അപ്പോൾ ആ ത്രിത്വാത്മക കൂട്ടായ്മയിലേക്കാണ് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുന്നത് മാമോദീസായിലൂടെ. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. ഇത് ഒറ്റപ്പെട്ട ഒരു ജീവിതമായിട്ടാണ് ക്രൈസ്തവ ജീവിതത്തെ പലരും കാണുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ മാമോദീസ കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞ് ശിഷ്യന്മാരെ പറഞ്ഞ് വിടുന്ന രംഗം വളരെ അർത്ഥവത്താണ്. അവിടെ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം അവിടെ പറയുന്നു, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എങ്ങനെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ എന്നാണ് പറയുന്നത്. കണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണല്ലോ നമ്മൾ മാമോദീസ മുക്കുന്നത്. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ നൽകുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂട്ടായ്മയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവിക കൂട്ടായ്മയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ സഭ എന്ന് പറയുന്നത് ഈ ദൈവിക കൂട്ടായ്മയാണ്. അതിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ്. ഉണ്ടോ? അതിൻ്റെ കൾമിനേഷനാണ് ഈ സ്വർഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൈവിക കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ക്രൈസ്തവനായി തീരുക എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവനായി തീരുക എന്നല്ല, ഈ ദൈവിക കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഒരു ജീവിതം, ആ കൂട്ടായ്മയിലുള്ള ഒരു ജീവിതമാണത്തേക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അത് വലിയൊരു കമ്പനിയാണ്. വെറും മാനുഷികമായ കൂട്ടായ്മയല്ല, ആ ദൈവികമായ കൂട്ടായ്മയിൽ നമ്മൾ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. ആ മനുഷ്യകുലത്തെ മുഴുവനും അങ്ങനെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞാണ് ഈശോ വിടുന്നത്. കണ്ടോ? സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ സ്വർഗീയ കൂട്ടായ്മയിലേക്കാണ്. പക്ഷേ സഭയാണ് ഇവിടെ ഭൂമിയിൽ അത് ജീവിക്കേണ്ടത്, അത് അനുഭവിക്കേണ്ടത്. അങ്ങനെ ലോകത്തിന് പ്രകാശമായിട്ട് തീരണം, ലോകത്തിന് സാക്ഷ്യം കൊടുക്കുകയ്ക്കണം, ലോകത്തെ മുഴുവനും ആ കൂട്ടായ്മയിലേക്ക് നയിക്കത്തക്ക വിധത്തിൽ ഒരു സാക്ഷ്യമായിട്ട് ഈ ലോകത്തിൽ തീരേണ്ടതെന്നുള്ള വിളിയാണ് സഭയുടെ വിളി എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ മാഹാത്മ്യം നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഒരു ക്രൈസ്തവനായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ മാഹാത്മ്യം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള ഒരു വിളിയാണ്. ഈ കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നതാണ് ഈ 3 കൂദാശകളും അല്ലേ, പ്രവേശന കൂദാശകളും നമ്മൾ പറഞ്ഞില്ലേ. അതെ, മാമോദീസ പിതാവിനോടുള്ള ബന്ധത്തിൽ നമ്മളെ പ്രത്യേകമായിട്ട് ഒന്നിപ്പിക്കുന്നു. അതായത്
ഇവിടെ മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത് കണ്ടു. ഒരു സ്വരം കേട്ടു. ആരുടെ സ്വരമാണ്? പിതാവിൻ്റെ സ്വരം കേട്ടു. പിതാവ് എന്താണ് പറഞ്ഞത്? നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പം പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം മാമോദീസായിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. പിതൃപുത്ര ബന്ധമാണത്. പിതൃപുത്ര ബന്ധവും അതിൻ്റെ ഫലമായിട്ട് സഹോദരി ബന്ധവും ഉണ്ടാകും. ആ പിതൃപുത്ര ബന്ധം നമ്മൾ അനുസ്മരിക്കണം. നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇതാണ്. പിതാവായ ദൈവവുമായിട്ടുള്ള ആ മക്കൾക്കടുത്ത ബന്ധമാണ് അവർ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, ബാപ്റ്റിസ്മൽ ഐഡൻറ്റിറ്റി. നമ്മളത് മറന്നൊരിക്കലും ജീവിക്കാൻ പാടില്ല. നമുക്കൊരു ID കാർഡ് ഉണ്ടല്ലേ? നമ്മളിപ്പോൾ ആധാർ കാർഡ്, നമ്മുടെ ID എല്ലാം നമ്മൾ പ്രത്യേകം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വാട്ട് ഈസ് ദ ID ഓഫ് എ ക്രിസ്ത്യൻ? അല്ലേ? ഒരു ക്രിസ്ത്യാനിയുടെ ID എന്താണ് എന്ന് ചോദിച്ചാൽ ആ ദൈവപുത്രൻ്റെ ഐഡിയാണ്, ഈശോയുടെ ഐഡിയ. ആ ഈശോ മിശിഹയാണ് ദൈവപുത്രൻ, ഇല്ലയോ? ആ ഈശോ മിശിഹായെ പോലെ ദൈവമക്കളായി തീരുവാനുള്ള വിളിയാണ് ഈ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മാമോദീസായിലൂടെ. അതാണ് നമ്മുടെ ID എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. അപ്പോൾ ആ പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. ഈശോ സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:18 പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ അവനെ നമുക്ക് കാണിച്ചു തന്നെന്നാണ് പറയുന്നത്. അപ്പം ഈശോ ജീവിച്ചത് പിതാവിൻ്റെ മടിയിലിരുന്നു കൊണ്ടാണ് ജീവിച്ചത്. കണ്ടോ? അത്രയ്ക്ക് ഗാഠമായ ഒരു പിതൃപുത്ര ബന്ധം, ആ ഒരു സ്നേഹബന്ധം. അങ്ങനെ ജീവിക്കുവാനുള്ള ഒരു വിളിയാണ് നമുക്ക് മാമോദീസായിലൂടെ ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ മറക്കരുത്, നമ്മൾ ഒറ്റപ്പെട്ടവരല്ല. ആ പിതാവായ ദൈവത്തിൻ്റെ ആ പുത്രൻ അല്ലെ പുത്രി എന്ന നിലയിൽ നമ്മൾ ആ പിതൃപുത്ര ബന്ധം ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ID അതാണ്. രണ്ടാമത്തെ കൂദാശ തൈലാഭിഷേകം എന്ന് നമ്മൾ പറഞ്ഞല്ലോ, പ്രവേശന കൂദാശ. തൈലാഭിഷേകം പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രത്യേക ബന്ധത്തിൽ നമ്മളെ ജീവിക്കാനായിട്ട് നമുക്ക് ശക്തി തരികയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ പിതാവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഈ പിതൃപുത്ര ബന്ധത്തിൽ നമ്മളെ ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവിടെ കടന്നു വന്നു എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം നമുക്ക് തരുന്ന കൂദാശയാണ് തൈലാഭിഷേകം അല്ലെങ്കിൽ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. അതായത് 7 ദാനങ്ങൾ 12 ഫലങ്ങൾ എല്ലാം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ കൂദാശയാണ് സ്ഥൈര്യലേപനം എന്ന കൂദാശ. അതുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കുന്നതിന് ശേഷം ആ സ്ഥൈര്യലേപനവും അല്ലെങ്കിൽ തൈലാഭിഷേകവും നമ്മൾ സ്വീകരിക്കുന്നു. മൂന്നാമത്തെ കൂദാശ പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന നമ്മളെ ഈശോയുമായിട്ട് ഒന്നിപ്പിക്കുന്നു. ഉണ്ടോ? ഈശോയിൽ ജീവിക്കുന്നവരായി നമ്മളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതായത് ഈശോയെ കൂടാതെ നമുക്കൊരു ജീവിതമില്ല. ഈശോയുമായിട്ട് താതാത്മ്യപ്പെട്ട ഒരു ജീവിതം. എനിക്ക് ജീവിക്കുന്നത് മിശിഹായാണ്. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് ഈ ഒരർത്ഥത്തിലാണ്. പൗലോസ്ലീഹയുടെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിലാണ് ഈ പൗലോസ് ഇത് പറയുന്നത്. ഫോർ മീ ടു ലിവ് ഈസ് ക്രൈസ്റ്റ്. ആ ഈശോയിൽ ഈശോ എന്നിൽ ജീവിക്കുന്നു, ഞാൻ ഈശോയിൽ ജീവിക്കുന്നു. അങ്ങനെ ആ ഈശോയുമായിട്ട് നമ്മളെ ഒന്നിപ്പിക്കുന്ന കൂദാശയാണ് പരിശുദ്ധ കുർബാന. ഉണ്ടോ? നമ്മളെ ആർക്കും അറിയാമല്ലോ, കുർബാന അനുഭവം എന്ന് പറയുന്നത്
ഈ ഈശോയുമായി നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് മാറണം. ആ കുർബാന അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അർപ്പിക്കുമ്പോൾ കുർബാന സ്വീകരണം, അതാണല്ലോ അതിൻ്റെ കൾമിനേഷൻ, ഇല്ലയോ? കുർബാന സ്വീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈശോ നമ്മോടൊന്നായിത്തീരുന്നു, നമ്മൾ ഈശോയോടൊന്നായിത്തീരുന്നു. ഉണ്ടോ? നമ്മൾ താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു അനുഭവം നമുക്ക് കുർബാന അനുഭവമായിട്ട് മാറണം. അല്ലെങ്കിൽ ആ കുർബാന അർപ്പിക്കുന്നത് പൂർണ്ണമാകുന്നില്ല. വെറുതെ കുർബാന കണ്ടാൽ പോരാ, കുർബാന ഒരു കടമയായിട്ട് അർപ്പിച്ചാൽ പോരാ, ഈശോയുമായിട്ട് നമ്മെ ഒന്നാക്കി തീർക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒന്നായിരിക്കണം നമ്മുടെ കുർബാന അർപ്പണം. ഇങ്ങനെ ഈ 3 കൂദാശകളും ത്രിയേക ദൈവവുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന കൂദാശകളാണ്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ പിതാവിനോട് ആ പിതൃപുത്ര ബന്ധത്തിൽ ജീവിക്കുക, അതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും എല്ലാം ഉള്ള ഒരു ജീവിതം നയിക്കുക. അരൂപിയാൽ നയിക്കപ്പെടുന്നവരാണ്, ജീവിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ നയിക്കപ്പെടുന്നത്, വേറൊന്നിനാലുമല്ല, വേറെ ആരാലുമല്ല എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമ്മളെ മാനുഷികമായിട്ടുള്ള താല്പര്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത്, മാനുഷികമായ ലക്ഷ്യങ്ങളാണ് നമ്മളെ നയിക്കുന്നത്, മാനുഷികമായ ആ സന്തോഷങ്ങളും മാനുഷികമായ അഭിലാഷങ്ങളുമൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നു പലപ്പോഴും. പക്ഷേ അതിനെല്ലാം സ്വാധീനത്തിൽപ്പെട്ട് നമ്മൾ അടിമപ്പെട്ട് ജീവിച്ചു പോയാൽ അത് ക്രൈസ്തവ ജീവിതമല്ല. നമ്മൾ ഈ അരൂപിയാൽ, ദൈവത്തിൻ്റെ അരൂപി, അത് വിശുദ്ധിയുടെ അരൂപിയാണ്. നമുക്ക് നമ്മുടെ അറമായ ഭാഷയിൽ, സുറിയാനി ഭാഷയിൽ റൂഹാദ ഖുദിശ എന്നാണ് പരിശുദ്ധാത്മാവിനെ സംബോധന ചെയ്യുന്നത്. റൂഹാദ ഖുദിശ എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് ഹോളിനെസ്, വിശുദ്ധിയുടെ അരൂപി എന്നാണ്. അപ്പം നമുക്ക് വിശുദ്ധി പ്രദാനം ചെയ്യുന്നു, നമ്മളെ വിശുദ്ധരാക്കി മാറ്റുന്നു. അതാണ് സഭ, വിശുദ്ധരുടെ കൂട്ടായ്മയാണ് കേട്ടോ സഭ. പാപികളും ഒരേ സമയം വിശുദ്ധരും പാപികളുമാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മനുഷ്യ സ്വഭാവമുള്ളവരാണ്. മനുഷ്യ പ്രകൃതി അത് പാപബദ്ധമായ പ്രകൃതിയാണ്. അതാണ് നമുക്കെല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. എപ്പോഴും മാനുഷികമായി ജീവിക്കാനുള്ള ഒരു പ്രവണത നമുക്കുണ്ടാവും. പക്ഷെ അതിനെ അതിജീവിച്ച് ദൈവികമായി ജീവിക്കുവാൻ, ആ ദൈവിക കൂട്ടായ്മയിലാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തോടുള്ള ആ സ്നേഹബന്ധം, ആ കൂട്ടായ്മ ബന്ധം, അതാണ് എൻ്റെ ജീവിതത്തിൽ നിർണായകമായി തീരേണ്ടത് എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവികമായി ചിന്തിക്കുന്നവർ, ദൈവികമായി സംസാരിക്കുന്നവർ, ദൈവികമായി പ്രവർത്തിക്കുന്നവർ ആയിട്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ അത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം ഈ പാപത്തെ അതിജീവിക്കണം. മനുഷ്യ പ്രകൃതിയുടെ ആ പാപബദ്ധമായ പ്രകൃതിയെ അതിജീവിച്ച് ദൈവികമായി ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു പരിശ്രമം നിരന്തരമായി നാം നടത്തിക്കൊണ്ടിരുന്നാലേ ആ രീതിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ്. പിന്നെ അപ്പം ആ രീതിയിൽ ഉള്ള ഒരു ക്രൈസ്തവ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മുടെ ഒരു ബോധ്യമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ആ ഐഡൻറ്റിറ്റിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സഭയിലാണ് ജീവിതം നയിക്കേണ്ടതെന്ന് നമുക്കറിയാം. സഭയാണ് ഇതിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ സമൂഹം. അപ്പോൾ നമ്മൾ സഭയെ സ്നേഹിക്കണം. അതാണ്. സഭ നമ്മുടെ കുടുംബമാണ് കേട്ടോ. ഈ ദൈവിക കുടുംബമാണ്, ത്രിത്വാത്മക കുടുംബമാണ് സഭ. ചർച്ച് ഇസ് എ കമ്മ്യൂണിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ പ്രാധാന്യം കൊടുത്ത് പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഏത് കമ്മ്യൂണിയനാണ്?
ഡിവൈൻ കമ്മ്യൂണിയൻ, ട്രിനിറ്റേറിയൻ കമ്മ്യൂണിയൻ, ത്രിത്വാത്മക ആ കൂട്ടായ്മയാണ്. അപ്പോൾ സഭ എൻ്റെ കുടുംബമാണ്. അതായത് ഈ ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ സമൂഹം, ഈ പിതൃപുത്ര ബന്ധത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ സമൂഹം, ആ ദൈവമക്കളെന്ന നിലയിൽ പരസ്പരം സാഹോദര്യത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അതുകൊണ്ട് സഭയെ നമ്മൾ സ്നേഹിക്കണം. സഭ എൻ്റെ കുടുംബമാണ്. ചർച്ച് ഈസ് മൈ ഫാമിലി എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. പലപ്പോഴും നമ്മൾ ക്രൈസ്തവർ തന്നെ സഭയെ വിമർശിക്കുന്നത് കാണാം കേട്ടോ. സഭയ്ക്ക് എന്തെങ്കിലും ഒരു കുറവ് വരുമ്പോൾ ഉടനെ അതിനെപ്പറ്റി വിമർശിച്ചുകൊണ്ട് അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല മറ്റുള്ളവരോടും അതേപ്പറ്റിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ ഐഡൻറ്റിറ്റിയോട് ചെയ്യുന്ന ഒരു അവിശ്വസ്തതയാണത്. നമ്മൾ മാമോദീസായിലൂടെ പ്രവേശിച്ച ആ കൂട്ടായ്മ, ആ കുടുംബം, ആ കുടുംബത്തോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമാണത് കേട്ടോ. ആ കുടുംബ രൂപി നമ്മൾ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പൗത്യ പിതാവ് ഒരിക്കലും അദ്ദേഹം ചങ്ങനാശ്ശേരി മെത്രാപ്പൊലീത്ത ആയപ്പോൾ അത് നന്ദി പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പായ്ക്ക് എഴുതിയ കത്തിൽ, ആ കത്ത് ഞാനാണ് അടിച്ചു കൊടുത്തത്. ആ കത്തിൽ പിതാവ് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഫോർ മീ ടു ലിവ് ഈസ് ദ ചർച്ച്. എനിക്ക് ജീവിക്കുക സഭയാണ്. പൗലോസ്ലീഹ പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് ജീവിക്കുക മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് പറഞ്ഞ ആ വാക്കുകൾ പിതാവ് തൻ്റെ സ്വന്തമാക്കി അത് ആ എഴുത്തിൽ കൊടുത്തിരിക്കുകയാണ്. എനിക്ക് ജീവിക്കുക സഭയാണ് കേട്ടോ. പിതാവിനൊക്കെ സഭയോടുള്ള ആ ഒരു വലിയ സ്നേഹം, ഇത് നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ സാധിക്കണം. കാരണം ഇന്ന് സഭയിലാണ് ഈശോ ജീവിക്കുന്നത്. സഭയെന്ന് പറയുന്നത് ഈശോയെ കൂടാതെയുള്ള ഒരു സമൂഹമല്ല, ഈശോയെ പുറത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സമൂഹമല്ല. ഇന്ന് ഈശോ എവിടെ ജീവിക്കുന്നു? ഈശോ സഭയിലാണ് ജീവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചരിത്രത്തിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ചരിത്രത്തിൽ ജീവിച്ച ഈശോയുമായിട്ടാണ് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് പലപ്പോഴും, അല്ലേ? ഈശോയെ ഓർക്കും, ഈശോയുടെ ജനനം ഓർക്കും, ഈശോയുടെ പരസ്യ ജീവിതം ഓർക്കും, ഈശോയുടെ പീഡാനുഭവം ഓർക്കും, സഹനങ്ങൾ ഓർക്കും, ഉത്ഥാനം ഓർക്കും. പക്ഷെ ആ ഉത്ഥാനം ചെയ്ത ഈശോ ഇന്ന് ജീവിക്കുന്നത് സഭയിലാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പോൾ സഭ എന്ന് പറയുന്നത് മിശിഹായുടെ ശരീരമാണ് എന്ന് പൗലോസ്ലീഹയൊക്കെ പറഞ്ഞത്. പൗലോസ്ലീഹ ആ മിശിഹായെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. പൗലോസ്ലീഹ മിശിഹായെ എവിടെയാണ് അനുഭവിച്ചറിഞ്ഞത്? സഭയിലാണ്. ദമാസ്കസിലേക്ക് ഈശോയിൽ വിശ്വസിച്ചവരുടെ സമൂഹത്തെ പീഡിപ്പിക്കാനായിട്ട് പോയ വഴിക്ക് ഈശോ പൗലോസിനെ തട്ടി താഴെയിട്ടു. എന്നിട്ട് ചോദിച്ചു, സൗൾ സൗൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അപ്പോഴാണ് പൗലോസിൻ്റെ കണ്ണു തുറന്നത്. ഉണ്ടോ? പൗലോസ് അന്ധനായി തീർന്നു. പിന്നെ മാമോദീസ സ്വീകരിച്ചപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ടു എന്നാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. അതായത് ഒരു പുതിയ കാഴ്ചപ്പാട് പൗലോസിന് ലഭിച്ചു. സഭയെന്ന് പറയുന്നത് മിശിഹായാണ്, മിശിഹായുടെ ശരീരമാണ്. ഞാൻ സഭയെ പീഡിപ്പിക്കുമ്പോൾ മിശിഹായെയാണ് പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് സഭയാണ്, സഭ ജീവിതമാണ് മിശിഹായിലുള്ള ജീവിതം എന്ന് പൗലോസിന് മനസ്സിലായി. ഇത് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. സഭയില്ലാതെ മിശിഹായുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുകയില്ല. ഇന്ന് ജീവിക്കുന്ന മിശിഹ, അതായത് ഉത്ഥാനത്തിലൂടെ ഈശോ അരൂപിയായി മാറി. ഈശോ ചരിത്രത്തിൽ ജീവിച്ചതുപോലെ ശരീരത്തിലല്ല ഇപ്പോൾ ജീവിക്കുന്നത്, അരൂപിയായിട്ടാണ് ജീവിക്കുന്നത്. അതെവിടെ ജീവിക്കുന്നു? സഭയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സഭയെ സ്നേഹിക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കുകയാണ്. സഭയെ വിമർശിക്കുമ്പോൾ ഈശോയെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുടുംബ രൂപയിൽ സഭ എൻ്റെ കുടുംബമാണ്, ആ കുടുംബത്തിൽ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഈശോയെ ലോകം കാണും എന്ന്. അതാണ് പറയുന്നത്. പിന്നീട് ഈ സ്നേഹത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ
സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഈശോ കൊടുത്ത മറുപടി, ഈശോ യുവാവിനെ കൊണ്ടൊരു മറുപടി പറയിപ്പിച്ചില്ലേ? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നിത്യജീവൻ പ്രാപിക്കാൻ സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം? നീ തന്നെ പറയാൻ പറഞ്ഞു. ഉടനെ അവൻ നല്ല കിളി പോലെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കുക. ഈശോ പറഞ്ഞു, കറക്റ്റ്, നീ ശരിയായ ഉത്തരം പറഞ്ഞു, അത് ചെയ്യുക, നീ ജീവിക്കും എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഈ 10 പ്രമാണങ്ങൾ 2 പ്രമാണങ്ങളിൽ അടങ്ങും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലയോ? നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും സ്നേഹിക്കുക. പിന്നെ ഈശോ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 34-35 വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അങ്ങനെ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ലോകം എന്നെ അറിയും. ഉണ്ടോ? ദൈവം എന്നെ അയച്ചു എന്ന് ലോകം അറിയും, നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ. അപ്പം നമ്മൾ സഭയെന്ന് പറയുന്നത് ദൈവസ്നേഹവും പരസ്നേഹവും ജീവിക്കുന്ന ഒരു കൂട്ടായ്മയാണ്, ഒരു കുടുംബമാണ്. ആ ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധവും പരസ്പരമുള്ള ആ സ്നേഹബന്ധവും ഈ ദൈവിക കുടുംബത്തിൽ പുലരേണ്ട ഒരു വലിയ സവിശേഷതയാണ് ഈ സ്നേഹബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ സഭയെ നാം സ്നേഹിക്കണം, സഭയിൽ നാം ജീവിക്കണം. ഈ സ്നേഹബന്ധങ്ങൾ നമ്മൾ ജീവിക്കാൻ സാധിച്ചാൽ നമ്മുടെ ഐഡൻറ്റിറ്റി ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി ജീവിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇതാണ് വാസ്തവത്തിൽ ഈ ധനഹാകാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചിന്താ വിഷയമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കി ആ ഐഡൻറ്റിറ്റി അവബോധത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ധനഹാകാലം നമ്മെ പ്രതീക്ഷിക്കുന്നതാണ്. നമ്മൾ സോഷ്യൽ ആനിമേറ്റേഴ്സ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി അതിൻ്റെ തീവ്രതയിൽ ജീവിക്കുവാനുള്ള വിളിയാണ്. നമ്മൾ കമ്മിറ്റ്മെൻ്റ് എടുത്തുകൊണ്ട് പ്രതിജ്ഞാബദ്ധരായി ഈ ക്രിസ്തീയ ഐഡൻറ്റിറ്റി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുന്നു. അതാണ് സോഷ്യൽ ആനിമേറ്റേഴ്സിൻ്റെ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവം. അതാണ്, അതിനുവേണ്ടിയാണ് നമ്മൾ മാസം തോറുമൊക്കെ ഒരുമിച്ച് കൂടി ഈ നമ്മുടെ ആ ബന്ധങ്ങൾ നവീകരിക്കുന്നത്. ഈ ദൈവസ്നേഹവും പരസ്നേഹവും നവീകരിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി നവീകരിക്കുക. ആ വിധത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പോലും ഇതുണ്ടാവണം. ഈ ഒരു സ്നേഹത്തിൻ്റെ സ്വഭാവത്തിലേക്ക് കുടുംബ ബന്ധങ്ങൾ കൊണ്ടുവരുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ഈ സഭാത്മകമായ ബന്ധം എന്ന് പറഞ്ഞാൽ ദൈവികമായ ഈ ബന്ധം, ഈ ഭാര്യയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, അത് അവർ രണ്ടുപേരിൽ ഒതുങ്ങി നിൽക്കേണ്ട ബന്ധമല്ല. ത്രിത്വാത്മക ബന്ധം. എന്താ ത്രിത്വാത്മക ബന്ധത്തിൻ്റെ പ്രത്യേകത? എന്താണ്? രണ്ടുപേര് തമ്മിലുള്ള സ്നേഹം അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മൂന്നാമതൊരാളിലേക്ക് അത് തുറക്കപ്പെടുന്നു. ഉണ്ടോ? അതാണ് ദൈവിക സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതാണ് ദൈവം ത്രിത്വമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതാണ് 3 പേരുള്ളപ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത്, 2 പേര് ഉള്ളപ്പോഴല്ല. വെറും മാനുഷികമായ സ്നേഹം 2 പേരിൽ നിന്ന് പോകും. അതാവശ്യമാണ് ഒരു കുടുംബത്തിൽ. തീർച്ചയായും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, പക്ഷേ അത് മൂന്നാമതൊരാളിലേക്ക് തുറവിയുള്ള ബന്ധമായിരിക്കണം. അതാണ് ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പരസ്പരം സ്നേഹത്തിൽ ഒന്നാകുന്നതോടുകൂടി ഒരു പുതിയ ജനനവും അവിടെ ഉണ്ടാകുന്ന മൂന്നാമതൊരാളുടെ ജനനം. കണ്ടോ? അപ്പോൾ ആ ത്രിത്വാത്മക ബന്ധത്തിൻ്റെ ഒരു പ്രകാശനമാണ് കുടുംബ ബന്ധം പോലും. ഉണ്ടോ? ദൈവം ഒരു കുടുംബമാണ്, പക്ഷേ അതുപോലെ ആ 2 പേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ബന്ധമാകാതെ മൂന്നാമതൊരാളിലേക്ക്, അതായത് പുറത്തേക്ക്
ഒഴുകുന്ന ഒരു ബന്ധമായിട്ട് അത് തീരണം. അത് ദൈവിക സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പോലും ദൈവിക സ്നേഹമായിട്ട് വളരണമെന്ന് മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നുണ്ട്. യുവർ ലവ് ഹാസ് ടു ഗ്രോ ഇൻ ടു അഗാപ്പെ. അഗാപ്പെ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതിതാണ് ഈ രണ്ടുപേരിൽ ഒതുങ്ങി അവിടെ നിൽക്കുന്ന ഒരു സ്നേഹമാകാതെ അത് മറ്റുള്ളവരിലേക്ക് തുറവിയുള്ള ഒരു സ്നേഹമായി, അങ്ങനെ എല്ലാവരെയും സ്നേഹത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സ്നേഹമായിട്ട് വളരണം. അതാണ് ദൈവികമായ സ്നേഹം. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം തരുന്ന സ്നേഹവും അതാണ്. മറ്റത് കടന്നു പോകും. ഈ രണ്ടുപേർ തമ്മിലുള്ള സ്നേഹം മരണം കൊണ്ട് തീർന്നു. അതിന് ശേഷം നിലനിൽക്കുന്ന ഒരു സ്നേഹമായിട്ട് അത് വളരണം. ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലുള്ള സ്നേഹമായിട്ട് വളരണമെങ്കിൽ ഈ ദൈവികമായ സ്നേഹത്തിലേക്ക് വളരണം. അതാണ് വിശുദ്ധി എന്ന് പറയുന്നത്. നമ്മുടെ സ്ഥാപപിതാവ് പറയുന്നുണ്ട്, വിശുദ്ധിക്ക് ഒരു മുഖമേ ഉള്ളൂ, അത് സ്നേഹത്തിൻ്റെ മുഖമാണ്. അത് ഈ സാർവത്രികമായ സ്നേഹത്തിൻ്റെ മുഖമാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. മനുഷ്യകുലം മുഴുവൻ ഒരു കുടുംബമാണ് കേട്ടോ. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണം. അതായത് സാർവത്രിക സാഹോദര്യം. സാർവത്രിക സാഹോദര്യം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ആ സ്നേഹത്തിൻ്റെ ക്വാളിറ്റി, അതായത് ഈ വെറും മാനുഷിക സ്നേഹമാകാതെ രണ്ടുപേരിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്നേഹമാകാതെ ആ പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു സ്നേഹമായിട്ട്, ദൈവിക സ്നേഹമായിട്ട് മാറണം. ദൈവിക കൂട്ടായ്മയാണ് സഭ. ആ സഭാത്മകമായ ആ കൂട്ടായ്മ, അതിൻ്റെ തനിമയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി നമ്മൾ ജീവിക്കുന്നു എന്ന് ഉറപ്പ് പറയാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഈ പുതുവർഷത്തിൻ്റെ പുതുമംഗളങ്ങൾ ആശംസിക്കുന്നു. ഈ കോവിഡിൻ്റേതായ പരിമിതികളെല്ലാം മാറി നമുക്ക് കൂടുതൽ ബന്ധപ്പെട്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.